ആ പഴം വെച്ച് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പാറ്റകളെ പൂർണ്ണമായിട്ടും തുരത്താൻ പറ്റും. എന്നിട്ട് ഈ ഒരു ഐറ്റമാണ് നമ്മുടെ വീട്ടിലുള്ള പാറ്റകളെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നത്. പാറ്റ എവിടെ നിന്നായാലും നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് വരും. അതിനുശേഷം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പാറ്റയ്ക്ക് അപ്പം തന്നെ മരണം ഉറപ്പാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ഈ പഴം എന്ന് പറയുന്നത്. അതിപ്പം ഏത് പഴമാണെങ്കിലും ശരി, നമുക്കിപ്പം ഒരുപാട് പഴമൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഈ പഴം പതുക്കെ കേടായി തുടങ്ങും. ഒന്നെങ്കിൽ തൊലിയൊക്കെ കറക്കും, അല്ലെങ്കിൽ കണ്ണീശയൊക്കെ വന്നിരുന്ന് അതിൻ്റെ ആ ഒരു മുഴുവൻ പുഴുവൊക്കെ ഇറങ്ങും അതിനകത്ത്. അപ്പം നമുക്ക് ഇങ്ങനൊരു പഴം അല്ലെങ്കിൽ ഇങ്ങനെ കേടായിരിക്കുന്ന ഒരു പഴം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ പഴം പോലും ഇനി കളയേണ്ട ആവശ്യമില്ല. ആ പഴം വെച്ച് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പാറ്റകളെ പൂർണ്ണമായിട്ടും തുരത്താൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പഴം മാത്രം പോരാ, അതിനായിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് ഈ ഇരിക്കുന്നത്, പാറ്റ ഗുളിക. എല്ലാവരും കണ്ടിട്ടുണ്ടാകും, വീട്ടിൽ പാറ്റ ശല്യമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നു എന്ന് കരുതി വാങ്ങിച്ചു വെക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഒരു രീതിയിലും ഉപകാരപ്പെടാത്ത മറ്റൊരു സാധനം തന്നെയാണ് ഈ പാറ്റ ഗുളിക എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു പാറ്റ ഗുളികയ്ക്ക് അങ്ങനെ ഒരു പാറ്റയെ ആകർഷിക്കാനുള്ള മണമോ കാര്യങ്ങളൊന്നുമില്ല. ഇത് പാറ്റ ചാവ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ചിലപ്പോൾ പാറ്റ വന്ന് മണപ്പിച്ചിട്ട് ഇതിൻ്റെ സ്മെല്ല് പിടിക്കാത്തതുകൊണ്ട് ഈ ഒരു പാറ്റ നമ്മുടെ അത് തൊടാതെ പോലും തൊട പോലും ചെയ്യാതെ പോവുകയും ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു പാറ്റ ഗുളികയും ഈ ഒരു പഴവും വെച്ച് ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ ഏത് മൂലയ്ക്ക് ഒരു പാറ്റ ഉണ്ടെങ്കിലും ആ ഒരു പാറ്റയെ ഈ ഒരു സാധനം വന്ന് തിന്നുന്ന രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ വിട്ട് ഈ ഒരു പഴം, ഇതിപ്പോൾ കേടായ ഒരു പഴമാണ്. ഈ പഴം നമുക്ക് ഒന്ന് പൊളിച്ച് പകുതി എടുക്കുക. ഈ ഒരു പഴത്തിൻ്റെ പകുതി മാത്രമാണ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇടുന്നു. ഇനി ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാറ്റ ഗുളിക കൈ കൊണ്ട് പൊടിക്കാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ആ സാധനം കൈ കൊണ്ട് പൊടിയത്തില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറിലോ എല്ലാം അകത്തി വെച്ചിട്ട് ചുറ്റി വെച്ചിട്ട് ഇതൊന്ന് കല്ലുമെല്ലാം ഇടിച്ചാൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു പഴത്തിനകത്തേക്ക് ആ ഒരു പാറ്റ ഗുളിക മാറ്റുകയാണ് കേട്ടോ. നല്ലപോലെ പൊടിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ഒരു പാറ്റ ഗുളികയോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ഒരു പുട്ടിനകത്ത് പഴക്കിളക്കുന്നതിൻ്റെ തൊട്ട് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ഗുളിക മുഴുവനായിട്ടും ഇതിനകത്തേക്ക് പൊടിഞ്ഞ് ചേരണം. എന്നിട്ട് ഈ ഒരു ഐറ്റമാണ് നമ്മുടെ വീട്ടിലുള്ള പാറ്റകളെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ പോകുന്നത്. ഞാൻ ആ പഴവും അതുപോലെ നമ്മുടെ പാറ്റ ഗുളികയും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഇതിപ്പം ചെറിയ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. അത് വളരെ ചെറിയ ഉരുളയാക്കിയിട്ട് നമ്മുടെ ഒരു പാറ്റ വരുന്ന ഭാഗം നമുക്കറിയാമല്ലോ, ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആ ഒരു പാറ്റ വരുന്ന ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഈ പഴത്തിന് നല്ല സ്മെല്ലായതുകൊണ്ട് പാറ്റ എവിടെ നിന്നായാലും നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് വരും. അതിനുശേഷം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പാറ്റയ്ക്ക് അപ്പം തന്നെ മരണം ഉറപ്പാണ്. അത് മാത്രമല്ല പിന്നീട് നമ്മുടെ ഈ ഒരു പെരയ്ക്കകത്തെങ്ങും ഈ ഒരു പാറ്റ വരില്ല. കാരണം ഇതിൻ്റെ ഒരു സ്മെല്ല് എപ്പോഴും നമ്മുടെ പെരയ്ക്കകത്ത് ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു കാര്യത്തോടെ നമ്മുടെ വീട്ടിലുള്ള പാറ്റകളെ മുഴുവനായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ എവിടെയാണോ വരുന്നത് അവിടെ ഇങ്ങനെ ചെറിയ ഉരുള ഉരുട്ടി വെക്കുക. ഇതിപ്പം കുറച്ച് ലൂസായി പോയി, കാരണം പഴം കൂടുതലാണ്. അപ്പം നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉരുള ഉരുട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉരുള ഉരുട്ടാൻ പറ്റും. അപ്പോൾ ഈ ഒരു നിസ്സാര കാര്യമാണ്, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെന്ന് കരുതി തന്നെ ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നമസ്കാരം.